morning guys, I am Mitra. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ നോക്കും ഞാൻ ട്രഡീഷണൽ ലുക്കിലൊക്കെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും എന്നറിയില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോളുടെ ചോറൂണായി. അപ്പോൾ നമ്മൾ ആറ്റുകാലിലേക്ക് പോവുകയാണ്. എനിക്ക് ഇതിന് മുന്നത്തെ ഇൻട്രോ നേരാവണ്ണം എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മളിവിടെ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ സനേഷെങ്കിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ബാക്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആർച്ച, എൻ്റെ മോള്. ഇനി നമ്മുടെ ഈ കാറിനകത്ത് 2 പേരും നമ്മളോട് ജോയിൻ ചെയ്യും. എൻ്റെ കസിനും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും. ബാക്കി ബാക്കിൽ നിന്നൊരു കാറുണ്ട്, അതിനകത്താണ് നമ്മുടെ എൽഡേഴ്സ് സിറ്റിസൺസ് എല്ലാം അതിനകത്തൂടെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. അപ്പം നമ്മളിപ്പം ആലക്കോട് റീച്ച് ചെയ്തേക്കാണ്. അപ്പം എൻ്റെ കസിൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. കസിൻ ഹായ് പറയൂ. ഹലോ, ഇത് നമ്മുടെ ഹരിക്കുട്ടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ്. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ കാറിൽ അടുത്തൊരാളും കൂടെ ഉണ്ട്. നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് അദ്ദേഹത്തിനെയും കൂടെ പിക്ക് ചെയ്യും. അപ്പം നമ്മൾ നമ്മൾ ആറ്റിങ്ങിലെത്തിയപ്പോൾ നമ്മുടെ റൂഫി ചേച്ചി നമ്മളോട് കൂടെ കയറിക്കണം. ഒരു ഹായ് പറയും. അപ്പം നമ്മുടെ കാറെല്ലാം ഫില്ലായി കേട്ടോ. നമ്മൾ മൊത്തം 5 പേരായി. അപ്പം ഇനി ഒരാളും കൂടെ മറ്റു കാറിൽ ജോയിൻ ചെയ്യാനുണ്ട്, നമ്മുടെ തന്നെ ആൻറ്റി. അപ്പോൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വ്ളോഗ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ഫോൺ അലൗഡ് ആണെന്ന് അറിയത്തില്ല. എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കും, ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നാളെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്നുകൂടെ നമ്മൾ മോക്ക് ചോറ് കൊടുത്തിട്ടാണ് നമ്മൾ വീനിങ് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നാളത്തെയും കൂടെ ഷെഡ്യൂൾ ഇതിനകത്ത് കയറ്റിയിട്ടായിരിക്കും ഞാനിത് ഫൈനൽ ഔട്ട് ഇറക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നലെ ആറ്റുകാലം പോയി മോക്ക് ചോറ് കൊടുക്കാൻ പോയിട്ട് അവിടെ അകത്ത് ഫോൺ പോയിട്ട് ക്യാമറ പോയിട്ട് ഒരു കുഞ്ഞു ദാനം പോലെ അതിനകത്ത് അലൗഡല്ലായിരുന്നു. നമുക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ ക്യാമറയിൽ തന്നെയാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോസ് വെച്ച് മാത്രം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. വേറെ ഒന്നും എനിക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചോറൂണ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടയേർഡായി. അതാണ് വേറൊരു കാര്യം. ഒട്ടും ആയായിരുന്നു. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ വന്ന് കിടന്നാലും ഞാൻ ഇപ്പോൾ എഴുന്നേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇന്നത്തെ ദിവസം മോക്ക് ചോറൂണ് കൊടുക്കുവാണ്. അതുകൂടി കൊടുത്തിട്ട് നമ്മൾ ഇന്ന് തൊട്ട്, അതായത് ഇന്ന് ഉച്ച തൊട്ട് നമ്മൾ ആ വീനിങ് മോക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ തിരക്കൊന്നുമില്ല, വേറെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗും കൂടെ ആഡ് ചെയ്തത്, അതായത് ഇന്നലത്തെ പോകുന്നത് പ്ലസ് കുറച്ച് ഫോട്ടോസ്, പിന്നെ ഇന്നത്തെ വ്ളോഗും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചോറൂണിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇപ്പം ഞാൻ ഒരു സമയം 6 മണി ആയിട്ടുണ്ടാവും. ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ. നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പം നമ്മൾ അമ്പലത്തിൽ ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോളാണെങ്കിൽ ഇന്നലത്തെ ക്ഷീണത്തിൽ നല്ല ഉറക്കമാണ്. അവൾ അമ്മ കിച്ചണിലാണ്. ഞാനൊക്കെ ഇനി പ്രിപ്പയർ ആവാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ തൊട്ട് ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ മോളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവൾ നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്നലത്തെ ആ ഒരു ക്ഷീണത്തിൽ അവൾ എപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ്. എന്നെ ഇന്നലെ രാത്രി ബുദ്ധിമുട്ടിച്ചില്ല. സാധാരണ എപ്പോഴും രാത്രി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എന്നെ എഴുന്നേക്കും, ചോദിക്കും, ഫീഡ് ചെയ്യും, അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആളാണ്. ഇന്നലെ എന്നെ 1 ടൈം മറ്റോ എന്നെ ബുദ്ധിമുട്ടിച്ചെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് അവൾ കിടന്ന് ഉറങ്ങുന്ന സ്ഥിതിയായിരുന്നു ഇന്നലെ. കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. അവൾ എപ്പോഴും ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു. അവൾ തന്നെ സ്വന്തമായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു. അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അതിന് ശേഷം ഇതുവരെ അവൾ എഴുന്നേറ്റില്ല. നന്നായ ഉറക്കമാണ്, അത്ര ഉറക്കമാണ് അവളിപ്പോൾ. ഞാൻ കാണിക്കാമെന്നെങ്കിൽ അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂമും സാരി തന്നെയാണ്. ഞാൻ അങ്ങനെ രണ്ടിനും പ്രത്യേകമായിട്ട് കരുത്തിയില്ല. ഇന്നലത്തെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുത്തു. മീൻസ് സെയിം സാരിയല്ല, ജസ്റ്റ് വേറൊരു കളർ പാറ്റേണിലുള്ള സെറ്റ് സാരിയാണ് ഞാനിന്ന് എടുക്കുന്നത്. അമ്മയും ഏതാണ്ട് ഗോൾഡൻ വരുന്ന ഒരു സെറ്റ് സാരി. പിന്നെ മോള് സെയിം ഇന്നലത്തെ അതേ കോസ്റ്റ്യൂം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. കാരണം നമ്മൾ മോക്ക് ആ സമയത്ത് നമ്മൾ മുണ്ടെടുത്താണ് ചോറ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോസ്റ്റ്യൂം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാണാം. അപ്പം ഞാൻ പോയി ഒന്ന് ബ്രഷൊക്കെ ചെയ്യട്ടെ, എന്നിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. ബൈ.
ഭയങ്കര ബിസിയാണോ? എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ. ക്ഷീണം ഉണ്ടോ ഇന്നലെ പോയി വന്നിട്ട്? എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. ഓക്കെ, ഇന്ന് എത്ര മണിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിപ്പം നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ്. അപ്പോൾ രാവിലെ പിന്നീടുള്ള വീഡിയോസ് നമ്മൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആവും നമുക്ക് ചോറൂണ് നടത്താൻ. ഇപ്പം നമ്മളെ കൂടെ നമ്മളെ മോളിവിടെ ഭയങ്കര റെസ്റ്റിങ്ങാണ്. അവൾ പാല് കുടിച്ചല്ലേ, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഈ പറയുന്ന കണക്ക് അമ്മാമ്മയാണ്. ഒരു ഹായ് പറയും. പിന്നെ എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ പേഴ്സണൽ ഫോട്ടോ, എൻ്റെ എല്ലാ ഫോട്ടോസും എടുക്കുന്നത് എൻ്റെ ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ സന്ദീപ് സാറിൻ്റെ സ്റ്റുഡിയോ ആണ്, ബോൺ കാർലോ വെഡിങ് കമ്പനി. ശ്രീകുട്ടനാണ് എൻ്റെ ഫോട്ടോ എപ്പോഴും എടുക്കുന്നത്. ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ബാക്കി ഇനി ചോറുകൊണ്ട് ദൃശ്യങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും.